ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം അവസാനിച്ചത് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെയായിരുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പ്രക്ഷോഭകർക്ക് നൽകിയ മറ്റ് 2 വാഗ്ദാനങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഡൽഹിയിൽ മാത്രമല്ല BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കും, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം എന്നിവ. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗുമാണ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയത്. ഇവർ മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. കേസുകൾ പിൻവലിച്ചതിന്റെ രേഖകൾ 3-4 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും വിദ്യാർത്ഥികൾക്കെതിരെ ഭാവിയിൽ പ്രതികാര നടപടികൾ ഉണ്ടാകരുതെന്നും കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയും സമ്മതിക്കുകയും ചെയ്തിരുന്നതുമാണ്. എന്നാൽ 2 ആഴ്ചയാകാറായിട്ടും ഈ വിഷയങ്ങളിൽ തീരുമാനമുണ്ടായിട്ടില്ല എന്നു മാത്രമല്ല, പ്രതികാര ബുദ്ധിയോടെയുള്ള നടപടികൾ തുടരുകയാണ്. പോലീസ് നടപടി പാടില്ലെന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധികളാണ് പരമോന്നത കോടതിയിൽ നിന്നുണ്ടായതെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ കേസ് പിൻവലിക്കുക, അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുക തുടങ്ങിയ നടപടികൾക്ക് മെല്ലെപ്പോക്കാണ്. അതിനേക്കാൾ ഭീകരമായ പ്രതികാര നടപടിയാണ് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള അപകീർത്തിപ്പെടുത്തലും ഗുണ്ടകളെ ഉപയോഗിച്ചുള്ള വ്യക്തിഹത്യയും. ഡൽഹിയിലാണ് ഇതിനുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ളത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ നിന്നുൾപ്പെടെ സമരത്തെ അപകീർത്തിപ്പെടുത്താനും പ്രക്ഷോഭകരെ അപഹസിക്കാനും സമരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാനും ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ജന്തർ മന്ദറിനടുത്തുള്ള കൊണാട്ട് പ്ലേസിലൂടെ പോകുകയായിരുന്ന വിദ്യാർത്ഥിനികളെ സമരക്കാരായിരുന്നുവെന്ന് ആരോപിച്ച് ഗുണ്ടകൾ ചോദ്യം ചെയ്യുകയും കരണത്തടിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. കാവിഷാൾ അണിഞ്ഞ സത്യം പണ്ഡിറ്റ് എന്ന ഹിന്ദു സംഘടനാ നേതാവും സംഘവുമാണ് കാറിലെത്തി വിദ്യാർത്ഥിനികളെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചത്. ഇതിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം CJP വക്താവ് സൗരഭ് ദാസ് സ്ഥലത്തില്ലാത്തപ്പോൾ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അതിക്രമിച്ചു കയറി ദൃശ്യങ്ങൾ പകർത്തുകയും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവവും ഉണ്ടായി. സൗരഭിനെ വ്യക്തിഹത്യ നടത്തുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനുമുള്ള ചോദ്യങ്ങൾ പരിസരവാസികളോട് ചോദിച്ച് അത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കൂടാതെ സൗരഭ് താമസിക്കുന്ന വസതിയുടെയും വീട്ടുടമയുടെയും വിശദാംശങ്ങളും പുറത്തുവിട്ടു. ഇത് ഗുണ്ടകൾക്ക് ആക്രമണം നടത്തുന്നതിന് വഴിയൊരുക്കുന്നതിനാണെന്ന സംശയം സൗരഭ് സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ പോലീസ് ജന്തർ മന്ദർ സമരത്തിന് പാക് ഭീകരബന്ധം ആരോപിക്കുന്നതിനുള്ള കെട്ടുകഥകളാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത്. പാർലമെന്റ് മാർച്ച് ദിവസം BJPക്കാരും സംഘപരിവാർ ബന്ധമുള്ളവരും പോലീസ് വേഷത്തിലെത്തി വിദ്യാർത്ഥികളെ ആക്രമിച്ചതിൽ ഉൾപ്പെട്ടിരുന്നുവെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ ആക്രമണത്തിന് പദ്ധതിയിട്ടത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സ്ഥാപിക്കുന്നതിനാണ് BJP ഭരണത്തിലുള്ള ബംഗാൾ പോലീസ് ശ്രമിച്ചത്. ഭീകരർ നുഴഞ്ഞുകയറി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് പദ്ധതിയിട്ടിരുന്നുവെന്ന മൊഴി നൽകിയെന്നായിരുന്നു ഭാഷ്യം ചമച്ചത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായ തീവ്രവാദ ബന്ധമുള്ള ഹമീം മൊണ്ടാൽ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ നുഴഞ്ഞുകയറാനും പോലീസ് വേഷത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിയിട്ടുവെന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് പ്രചരിപ്പിച്ചത്. പടിയൊരു കേസിൽ SFI നേതാവ് ഐഷി ഘോഷിനെ CPIM ആസ്ഥാനത്തെത്തി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയത് നാം കണ്ടതാണ്. ബീഹാറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടികൾ തുടരുകയാണ്. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും AISF ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. പല സംസ്ഥാനങ്ങളിലും ഈ സ്ഥിതി തുടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ പോലും സംഘപരിവാർ ഹാൻഡിലുകൾ അപകീർത്തിപ്പെടുത്തുന്നു. ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ ഒരു നടപടിക്കും സർക്കാരുകൾ തയ്യാറാകുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ കേസെടുക്കുന്നതിന് ഒട്ടും കാലവിളംബവും ഉണ്ടാകുന്നില്ല. മോഡിയുടെ പോസ്റ്റ് യാദൃശ്ചികമായി നീക്കിപ്പോയതിന് മെറ്റാ മേധാവിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നതിന് വലിയ തിടുക്കം കാട്ടുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളോട് ക്ഷമിച്ചുവെന്ന് റീലിടുകയും മറുവശത്ത് ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത് ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ സ്വഭാവമാണ്. ഈ ഇരട്ടത്താപ്പാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത്തരം ഹീനമായ നടപടികൾ അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കു പാലിക്കാനും എല്ലാ കേസുകളും പിൻവലിക്കാനും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ സന്നദ്ധമാകണം.